ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 88ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുടെ ദൈവദാസീദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യുന്ന നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ അനസ് ജോസ് ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് ചേർത്തലയിൽ നിന്നുമാണ്. ചേർത്തലയിലുള്ള ഡെലിവറൻസ് ചർച്ച എന്നറിയപ്പെടുന്ന ദൈവസഭയുമായി ചേർന്നാണ് പ്രിയ ദേവദാസൻ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗോഡ് ഈസ് ലവ് ഫെലോഷിപ്പിന്റെ ഈ 88ാമത് ഇന്റർനാഷണൽ ഓൺലൈൻ ഫെലോഷിപ്പിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിന്റെ വചനം സംസാരിക്കുവാനൊക്കെയും കർത്താവ് നമുക്ക് നൽകി നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിലുള്ള എല്ലാ ദൈവദാസന്മാരെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്കുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേക ഈ ഗോഡ് ഈസ് ലവ് ഫെലോഷിപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡെന്നി ബ്രദർ, സുജി സിസ്റ്റർ, ആ കുടുംബത്തെ പ്രത്യേകമായി ഞാൻ ഓർത്ത് കർത്താവിൽ നന്ദി പറയുന്നു. ഏകദേശം 88ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇതൊരു ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സിസ്റ്ററോട് സംസാരിച്ച് പറഞ്ഞത് 2023 കർത്താവ് നൽകിയ ഒരു നിയോഗത്താൽ അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ്. അതിന്റെ 88ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ആ 88ാമത്തെ മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് എനിക്കും നൽകിയ ഈ വലിയ പദവി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ദീർഘനാളുകൾ ആമേൻ, കർത്താവിന്റെ വരവോളം ആമേൻ, ഹല്ലേലൂയ, വളരെ ശക്തമായി ഈ കൂട്ടായ്മ ഇതിന്റെ നിറവുകൾ ലോകമെമ്പാടുമുള്ളവരോട് ദൈവത്തിന്റെ വചനം അറിയിക്കത്തക്ക നിലവാരത്തിൽ ഈ കൂട്ടായ്മയെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ, ഇതിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരെയും, ഇന്ന് കടന്നു വന്ന ഇനിയും ഇതിലേക്ക് കടന്നു വരാനുള്ള അനേകരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്നും നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ അവസരത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കർത്താവിന്റെ വചനം ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചു തുടങ്ങുവാൻ, ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് വായിച്ചു തുടങ്ങുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ ആമേൻ അടുക്കൽ വിളിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും, ഓൺലൈനിൽ ആയിരിക്കുന്ന, വീഡിയോ ഓൺ ചെയ്ത് ഓണാകാത്ത എല്ലാവരോടും ഞാൻ ദൈവനാമത്തിൽ വിളിച്ചു പറയട്ടെ, നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചതാണ്. ആമേൻ. കർത്താവ് ആരെ വിളിച്ചതെന്നാണ് വായിക്കുന്നത്. മർക്കോസ് എഴുതി വെച്ചിരിക്കുന്നതാണ് തനിക്ക് ബോധിച്ചവരെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ആമേൻ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചിട്ട് പറയാമോ? കർത്താവിനെ എന്നെ ബോധിച്ചിട്ടാണ് കർത്താവ് എന്നെ വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കാരണം ഒരു മനുഷ്യൻ എന്നെ ബോധിച്ചിട്ടല്ല ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഒരു പാസ്റ്ററിനെ ബോധിച്ചത് കൊണ്ടല്ല, എൻ്റെ അടുത്തുള്ള ആരെങ്കിലും എന്നെ ബോധിച്ചിട്ടല്ല ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. എൻ്റെ ദൈവം, സ്വർഗസ്ഥനായ എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവിന് എന്നെ ബോധിച്ചത് കൊണ്ടാണ്, എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്, ആ ബോധ്യത്തോടു കൂടെ എന്നെ വിളിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഈ ബോധ്യത്തോടുകൂടെ തന്നെ ഇന്ന് നമുക്കായിരിക്കാം. കാരണം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആമേൻ, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, ഞാനൊരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവനെ നൽകിയ ഒരു യേശു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തന്റെ പൊന്നു പുത്രനെ ആമേൻ, ഹല്ലേലൂയ,
വിട്ട് കളഞ്ഞ, ആമേൻ ഹല്ലേലൂയ, എറിഞ്ഞു കളഞ്ഞ ഒരു പിതാവ്, ആമേൻ, ആ യേശുവിനെ നമുക്ക് പകരമായി എറിഞ്ഞെങ്കിൽ, ആമേൻ, നാം വിലയുള്ളവരാണ്. ആമേൻ. ഈ ദൈവത്തിന് ബോധിച്ചത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ ദിവസത്തിലായിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, എന്തുകൊണ്ടാണ് എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? ആമേൻ. അടുത്ത വാക്യങ്ങളിലൂടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, തനിക്ക് ബോധിച്ചവരെ യേശു കർത്താവ് വിളിച്ചു. എന്തിനു വേണ്ടിയാ? തന്നോടുകൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിയമിച്ചത്. ആമേൻ ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ബോധിച്ചിട്ട് നമ്മളെ വിളിച്ചു വരുത്തിയ എന്തിനാ? കർത്താവിന് ചില പദ്ധതികളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് കർത്താവ് നമ്മളെ ബോധിച്ചിട്ട്, കർത്താവ് കാലസമ്പൂർണതയിൽ നമ്മളുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് നമ്മളെ വിളിച്ച് തന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴും ശുശ്രൂഷയിലുള്ള ദേവദാസന്മാരൊക്കെയും പാസ്റ്റേഴ്സ് ഒക്കെയും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് താല്പര്യമുള്ള ഒരുപാട് പേര്, കാരണം നമുക്കറിയാം ഈ 9:30-10 മണി രാത്രി സമയത്ത് ഇങ്ങനെ ഓൺലൈനിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ വചനം കേൾക്കാനും നാം കൂടിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. ആമേൻ. കാരണം ദൈവത്തോടുള്ള ഇഷ്ടമില്ലാത്തവർ ആരും ഈ സമയത്ത് വേണമെങ്കിൽ മാറിക്കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ TV കാണാം, അല്ലെങ്കിൽ മൊബൈലിൽ സമയം കളയാം, പല കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് സമയം കളയാം. പക്ഷെ ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പൊ എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? പ്രസംഗിക്കേണ്ടതിനയക്കാനാണോ? രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനാണോ? ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണോ? ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിനെ ശുശ്രൂഷിക്കാനാണോ? സുവിശേഷം പറയാനാണോ? കർത്താവിന് സാക്ഷികളാണ്? ഇതെല്ലാം ആണ്, അതിലൊന്നും ഒരു സംശയമില്ല. ഇതിനുവേണ്ടി തന്നെയാണ് കർത്താവ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനെല്ലാത്തിനും മുൻപ് അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ തന്നോട് കൂടെ ഇരിപ്പാൻ. ആമേൻ ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് അയക്കണം, കർത്താവിന് അധികാരങ്ങൾ തരണം. നമുക്കും ആഗ്രഹമുണ്ട്, നമുക്ക് അധികാരം വേണം, നമുക്ക് പ്രസംഗിക്കണം, നമുക്ക് ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളാവണം. ഇതെല്ലാം നമ്മളുടെ എല്ലാവരും ആഗ്രഹമാണ്. പക്ഷെ കർത്താവ് നമ്മളെ അയക്കണമോ? അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം ഇതാണ്, അവൻ തന്നോടുകൂടെ ഇരിക്കാനാണ് നമ്മളെ ആദ്യം വിളിച്ചത്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ പ്രാരംഭമായി ഞാൻ ദൈവനാമത്തിൽ ആമേൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൂത് വിളിച്ചു പറയട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ബാക്കി എല്ലാറ്റിലും ഉപരിയായി ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ഒരു സമയം കണ്ടെത്തുവാൻ, അധിക സമയം പ്രാർത്ഥനയിൽ ഉത്തിരിക്കുവാൻ, അധിക സമയം വചനത്തിൽ ഉത്തിരിക്കുവാൻ, അധിക സമയം ദൈവിക വിഷയങ്ങൾ ചിന്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് പ്ലാൻ ചെയ്യുവാൻ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ചിന്തിക്കുവാനൊക്കെയും ഈ ദിവസങ്ങളിൽ അധികമായി എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ആമേൻ അങ്ങനെ ഒരുങ്ങി വരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാരംഭമായി നിങ്ങൾ ഓർപ്പിക്കും. കാരണം യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും കാതലായ ഒരു കാര്യമാണ്, യേശു കർത്താവ് ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്ത് ആരുടെ കൂടെയാണ്? നമ്മൾ ചിന്തിക്കും ശിഷ്യന്മാരുടെ കൂടെയാണ് യേശുവിന്റെ ശുശ്രൂഷയുടെ കാലങ്ങളിൽ. പക്ഷെ ശിഷ്യന്മാരോട് കൂടെ സ്പെൻഡ് ചെയ്തതിനേക്കാൾ അധികം സമയം യേശു തന്നെ അയച്ച പിതാവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രാത്രി കാലങ്ങളിലും യേശു കർത്താവ് ഉറങ്ങുന്നുണ്ട്. യേശു കർത്താവിന്റെ ശരീരത്തിന് ഈ ഭൂമിയിൽ നമ്മളെ മനുഷ്യരെ പോലെ ക്ഷീണമുണ്ട് എല്ലാം ഉള്ളപ്പോൾ തന്നെ രാത്രി കാലങ്ങളിൽ ആമേൻ താൻ വേറിട്ട് ഒരു മലയിൽ പോയി തനിച്ച് തന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് കൂടെ താൻ തനിയെ ഇരുന്നത് നമുക്കറിയാം. കാരണം എന്താ? പിതാവ് പറയാത്തതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് പറയത്തക്ക നിലയിൽ ഓരോ ദിവസവും എൻ്റെ പിതാവിൽ നിന്ന് പ്രാപിക്കുകയും ആമേൻ എൻ്റെ ശുശ്രൂഷ തികയ്ക്കുകയും ചെയ്ത ആ യേശു കർത്താവ് തന്നെ ആയിരിക്കട്ടെ നമ്മളുടെ എല്ലാവരുടെയും മാതൃക. ആമേൻ. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് ഒരു വാക്യം വായിക്കുന്നത്, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആമേൻ ഹല്ലേലൂയ. ഈ പുരുഷാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു വലിയൊരു മിറക്കിൾ, വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും യേശു എന്ത് ചെയ്തില്ല? അവിടെ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്ത ആൾക്കാരോട് കുശലം പറയാനോ ഒന്നും ചെയ്തില്ല. യേശു എന്ത് ചെയ്തു? പെട്ടെന്ന് പുരുഷാരത്തെ പറഞ്ഞയച്ചു. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു? യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേഗം പടകിൽ കയറി അപ്പുറത്തേക്ക് വെക്കോ. അവർക്ക് പോകാനൊന്നും ഒട്ടും താല്പര്യമില്ല. കാരണം എന്താ? വലിയ അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. 12 കൊട്ട അപ്പം അവരുടെ കൂടെ ഉണ്ട്. എല്ലാം വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ്. പക്ഷെ യേശു എന്ത് ചെയ്തു? അവരെ നിർബന്ധിച്ചിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ വേഗം നിർബന്ധിച്ച് നിങ്ങൾ പുറപ്പെട്ടു പോയിക്കോ. അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്.
യേശു എന്നിട്ട് എന്താ ചെയ്തതെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോവാൻ നിർബന്ധിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. ആമേൻ, ഹല്ലേലൂയ. വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. ആമേൻ. ഈ കർത്താവ് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ മാതൃക. നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധത്തെ, നമ്മളെ കർത്താവിനോട് കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ കളയുന്ന എല്ലാത്തെയും ഈ ദിവസങ്ങളിൽ നിർബന്ധപൂർവം പറഞ്ഞയക്കുവാൻ. ആമേൻ. നമ്മളെ മൊബൈൽ ഫോൺ നമുക്ക് ആ ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ദൈവത്തോടു കൂടെ ഇരിക്കേണ്ടതിന് തടസ്സമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിർബന്ധപൂർവം ഈ മൊബൈൽ ഫോൺ അല്പസമയം മാറ്റിവെക്കുവാൻ. TV, നമ്മളെ കൂട്ടുകാർ, നമ്മളെ മറ്റു ബന്ധങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ദൈവങ്ങളെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ദൈവത്തോട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്, ഏറ്റവും അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നിർബന്ധപൂർവം ആമേൻ, നമ്മളെ പ്രാർത്ഥനയുടെ സമയത്തേക്ക് എടുത്തുന്ന, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ആ സമയത്തെ, ക്വാളിറ്റി ടൈമിനെ ബാധിക്കുന്ന എല്ലാത്തെയും നിർബന്ധപൂർവം ഒന്ന് മാറ്റി നിർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാരംഭമായി ഞാൻ ആമേൻ ഹല്ലേലൂയ ദൈവാത്മാവിൽ ഒരു ദൂത് പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ഞാൻ കുറുവാക്യത്തിലേക്ക് കയറുന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനായി ഈ ഒരു കാര്യം സംസാരിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ കുറുവാക്യത്തിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ ഈ 2025 പ്രാരംഭ മാസങ്ങളിലായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. മറിയയോട് കർത്താവ് പറഞ്ഞതുപോലെ, മാർത്തയോട് പറഞ്ഞതുപോലെ, മാർത്ത നീ അധിക കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്, നീ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ആമേൻ. ഈ ദിവസങ്ങളിൽ, ഈ പുതിയ വർഷത്തിൽ, പ്രാരംഭ മാസങ്ങളിൽ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കാരണം ഒന്ന് മാത്രം അല്ല, അല്പം അല്ല, ഒന്ന് മാത്രം മതി. എന്ത്? ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ. ആമേൻ ഹല്ലേലൂയ. അത് നല്ല അംശമായിട്ട് കർത്താവ് അന്ന് പറഞ്ഞെങ്കിൽ ആമേൻ ഈ 2025 ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ. കാരണം ഇരിക്കുന്നവനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഞാൻ വേഗത്തിൽ കുറിവാക്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ആമേൻ ഹല്ലേലൂയ. കുറുവാക്യമായിട്ട് നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഞാൻ വേഗത്തിൽ വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറയുക. അവൻ കടന്നുപോയി. അതിനുശേഷം ശമൂവേൽ ശൗലിനോട് പറയുന്ന വാക്യമാണ്. ഇതാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ, ഇന്നത്തെ ദൈവവചന സന്ദേശത്തിന്റെ കുറിവാക്യമായി ആമേൻ എനിക്ക് കർത്താവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ളത്, നിങ്ങളോടുള്ള ആലോചന ഇതാണ്. ശമൂവേൽ പറയുന്ന വാക്ക് ഇതാണ്, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് കർത്താവിന് നമ്മളോട് ഈ 2025 പ്രാരംഭ മാസങ്ങളിൽ നമ്മളോട് കർത്താവിന് പ്രാരംഭമായി വിളിച്ചു പറയാനുള്ള ദൈവത്തിന്റെ ദൂതാണ്. ദൈവത്തിന് നിന്നോട് ചിലത് അരുളപ്പാടുകളെ അറിയിക്കുവാനുണ്ട്. ആ അരുളപ്പാടുകൾ കർത്താവിന് അറിയിക്കുവാനുള്ളപ്പോൾ അത് കേൾക്കേണ്ടതിന് ദൈവമകനെ, ദൈവത്തിന്റെ ദാസനെ, ദൈവദാസിയെ, ആമേൻ കർത്താവിന്റെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അല്പം നിൽക്കുക എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്ന എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ആമേൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു സീസൺ ചേഞ്ച് ആകുമെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾ നോക്കി വിളിച്ചു പറയുന്നു. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ നിങ്ങളെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ ഒരു ദൈവിക എൻകൗണ്ടറിലേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കയറുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ആമേൻ ഹല്ലേലൂയ പ്രാരംഭമായി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഇവിടെ ശൗലിനോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ശൗലേ, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നീ ഒന്ന് അല്പം നിൽക്കുക. ആമേൻ ഹല്ലേലൂയ. ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അല്ലെ? ഈ കോണ്ടെക്സ്റ്റ് അറിയില്ലാത്ത ആരുമില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ സംഭവിച്ചതാണ്. ഇതിന്റെ 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന് പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ഈ ധനികന്റെ മകനാണ് ആര്? ശമൂവേൽ. ശൗൽ. അപ്പൊ ഈ ധനികനായ കീശിന്റെ കഴുതകളെ കാണാതെ പോയപ്പോ ഈ കീശ് തന്റെ മകനായ ശൗലിനോട് പറയുകയാണ്, നീ ഒരു വൃത്തിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? നീ ഈ കഴുതകളെ അന്വേഷിച്ച്
വേഗം അതിനെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്നെ വളരെയധികം എന്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വാക്യം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. 9-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ അപ്പൻ പറഞ്ഞത് അനുസരിച്ച് പുറപ്പെട്ട കഴുതകളെ അന്വേഷിക്കാൻ പുറപ്പെട്ട ശൗലും ഭൃത്യനും അവരെവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്, അവൻ എഫ്രൈം മലനാട്ടിലും ശാലീശ ദേശത്തും കൂടി സഞ്ചരിച്ചു. അപ്പൊ 2 ദേശത്ത് അവർ സഞ്ചരിച്ചു, എന്ത് ചെയ്തില്ല, അവയെ കണ്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് അവിടെ നിന്ന് അവർ എന്ത് ചെയ്തു, ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു. അപ്പൊ ഇത് 3-ാമത്തെ ദേശത്തേക്ക് എത്തി. ആദ്യം അവർ എഫ്രൈം നാട്ടിൽ, പിന്നെ ശാലീശ ദേശത്ത്, ഇപ്പൊ അവരെവിടെ എത്തി, ശാലീം ദേശത്തുകൂടി സഞ്ചരിച്ചു. അവിടെയും അവർക്ക് കഴുതകളെ കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും അവരെന്ത് ചെയ്തു, ബെന്യാമിൻ ദേശത്തുകൂടിയും സഞ്ചരിച്ചു. അവിടെ എങ്ങും കഴുതകളെ കണ്ടെത്താൻ സാധിച്ചില്ല. അടുത്ത വാക്യം ഇതാണ്, സൂഫ് ദേശത്തെത്തിയപ്പോ അവിടെയും അവർക്ക് കഴുതകളെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റികളോ ഒന്നും ഉണ്ടാവില്ല. കഴുതകൾ ഒരു കൂട്ടമാണ്, ഒരു കഴുതയല്ല, കഴുതകളുടെ കൂട്ടത്തെയാണ്. ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ പല സ്ഥലങ്ങളിലൂടെ പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും ആമേൻ കഴുതകളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഈ ശൗലിന്റെ ജീവിതത്തെ മാറ്റിമറിക്കത്തക്ക നിലവാരത്തിൽ ഒരു ഇൻസിഡന്റ് ആയി മാറിയത് എന്താന്ന് ശൗലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശൗല് പറയും, ആമേൻ, എന്റെ അപ്പന്റെ കഴുതകളെ കാണാതെ പോയതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ലൊരു കാര്യമെന്ന്. ആമേൻ, ഹല്ലേലൂയ. കാരണം എന്താ, എന്തുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ കഴുതകൾ കാണാതെ പോയില്ലായിരുന്നെങ്കിൽ, ഇതിനെ അന്വേഷിച്ചു വന്നില്ലായിരുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ച ഒരു സമയത്ത് ശൗൽ ശമൂവേലിന്റെ അടുക്കലെത്തില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഈ ദിവസങ്ങളിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും ദീർഘനാളുകളായി മാറാത്ത, ഉത്തരം കിട്ടാത്ത, എത്രയൊക്കെ അന്വേഷിച്ചിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും മാറാത്ത, ഉത്തരം കിട്ടാത്ത പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ. ദീർഘവർഷങ്ങളായി ഈ പറഞ്ഞ പോലെ ബെന്യാമിൻ ദേശത്ത് അന്വേഷിച്ചു, ശാലീം ദേശത്ത് അന്വേഷിച്ചു, ശാലീശ ദേശത്ത് അന്വേഷിച്ചു, എഫ്രൈം നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു. പക്ഷെ ഒരു സ്ഥലത്തും ആമേൻ കണ്ടെത്തിയില്ല. ആമേൻ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ടും ദീർഘനാളുകളായിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, അത് ഇന്നലെ വരെ നീ വന്നതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് കടന്നു വരേണ്ടതിന്, ഇന്നലെ വരെ നീ ദൈവത്തിൽ ആശ്രയിച്ചതിന് ഉപരിയായി ദൈവത്തെ ആശ്രയിക്കത്തക്ക നിലവാരത്തിൽ ദൈവ പദ്ധതിയിലേക്ക് നീ ഒന്ന് വന്നു കയറേണ്ടതിന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ചില സാഹചര്യങ്ങളാണ് എന്ന് ഞാൻ ദൈവാത്മാവിൽ എന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു. ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില നഷ്ടങ്ങൾ, ചില രോഗങ്ങൾ, ചില ആമേൻ ജോലിയില്ലാത്ത അനുഭവങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, ആമേൻ ഒറ്റപ്പെട്ട ശൂന്യതയുടെ ചില അനുഭവങ്ങളിലൂടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇന്ന് നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവേ, ചില രോഗങ്ങൾ വന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ചില നഷ്ടങ്ങൾ വന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ആമേൻ, ഹല്ലേലൂയ, ഒറ്റപ്പെടലുകളുടെ അനുഭവങ്ങൾക്കായി സ്തോത്രം. ആമേൻ. നമുക്കൊരു പാട്ടറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആമേൻ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന, ആമേൻ, എല്ലാ കുരിശുകൾക്കും എല്ലാ അനുഭവങ്ങൾക്കും, ആമേൻ. വീണ്ടും തുടർന്ന്, ആമേൻ, ഹല്ലേലൂയ, പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. തോൽവി വരുമ്പോ നന്ദി പറയാൻ പറ്റുമോ ദൈവത്തിന്? നഷ്ടം വരുമ്പോ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ആമേൻ. കഷ്ടതയിൽ ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. വാസ്തവത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഭക്തനോട് ചോദിച്ചാൽ, ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, എനിക്ക് രോഗങ്ങൾ വന്നത് എനിക്ക് ഗുണമായി, എനിക്ക് ചില നഷ്ടങ്ങൾ വന്നത് എനിക്ക് ഗുണമായി. കാരണം എന്താ, ഇന്നലെ വരെ ഞാൻ ആശ്രയിച്ചതിനേക്കാൾ ഉപരിയായി, ഞാൻ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചതിനേക്കാൾ ഉപരിയായി ഇന്ന് എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരുവാൻ, ഇന്ന് ഞാൻ ആ ദൈവത്തിന്റെ മുഖമെന്ന്
അന്വേഷിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. പണ്ട് ദൈവത്തെ വിളിച്ചതുപോലെയല്ല, കഷ്ടത നടുവിൽ ആ ദൈവത്തെ വിളിക്കുമ്പോഴുള്ള ഒരു ആത്മാർത്ഥത, ഒരു ദൈവത്തോടുള്ള ഒരു ഹൃദയത്തിന്റെ ഒരു ബന്ധം, ഈ ദിവസങ്ങളിൽ അങ്ങനെ നമ്മളുടെ ജീവിതങ്ങളിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ നമ്മളോട്, ആമേൻ, ഹല്ലേലൂയ, ദൈവം ഇന്ന്, ആമേൻ, ഹല്ലേലൂയ, ഈ വചന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ വന്ന ചില തോൽവികൾ, ആമേൻ, ഹല്ലേലൂയ, ചില നഷ്ടങ്ങൾ, ആമേൻ, അത് നഷ്ടങ്ങളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ നഷ്ടങ്ങളാണ് ദൈവ പദ്ധതിയിലേക്ക് നാം വന്നു കയറുവാൻ, ആമേൻ, ദൈവം മുഖാന്തരമാക്കിയത്. അപ്പോ ഇന്ന് അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ നിൽക്കുന്ന ഓരോരുത്തരോടും ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, ഏതൊക്കെ ദേശത്ത് നോക്കിയിട്ടും, ആമേൻ, ഓ ശൗലേ, നിന്റെ കഴുതകളെ കണ്ടുകിട്ടാതിരുന്നത്, ആമേൻ, ഹല്ലേലൂയ. കാരണം അതിന്റെ 9:15 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്? ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ശൗലേ, നിന്റെ കഴുതകളെ കാണാതെ പോകുമെന്നും പല ദേശങ്ങളിൽ നിന്ന് സഞ്ചരിക്കുമെന്നും ഒരു സ്ഥലത്ത് അന്വേഷിച്ചാലും അത് കണ്ടുകിട്ടില്ലെന്നും അവിടെ നിന്നൊക്കെ മുമ്പോട്ട് പോയിട്ട്, ആമേൻ, നീ ഒരു ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വരുമെന്നും, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഈ ശൗലിനെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ശൗല് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാ ഞാൻ എന്നെങ്കിലും ഈ ഇസ്രായേൽ ജനത്തിന്റെ രാജാവാകുമെന്ന്, അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് താൻ എന്ത് ചെയ്തിട്ടില്ല, താൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അല്ലെ? ലോട്ടറി അടിച്ചത് പോലത്തെ അനുഭവമാണ് ആർക്ക് കിട്ടിയത്? അല്ലെ? പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയല്ലേ, നാം നമ്മുടെ ദൈവത്തിലേക്ക് കടന്നു വരുമെന്നും ഈ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച് ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ തിരഞ്ഞെടുക്കുമെന്നും ഈ ദൈവം എന്നെ സ്നേഹിക്കുമെന്ന് പോലും, അല്ലെ, നമ്മളുടെയൊക്കെ ജീവിതങ്ങളെ നമുക്കേ അറിയാൻ പാടുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ച, യോഹന്നാനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, യോഹന്നാൻ എഴുതി വെച്ചു യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാരായിരുന്നു? യോഹന്നാൻ എഴുതി വെച്ചു യോഹന്നാനാണെന്ന്. പക്ഷെ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് എന്ത് പറയും? ഇല്ല, യേശു ഏറ്റവും അധികം സ്നേഹിച്ചത് എന്നെയാണെന്ന്. ആമേൻ. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? യേശു ഏറ്റവും അധികം സ്നേഹിച്ചത്, ആമേൻ, എന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ എങ്ങനെയാണ്? ആമേൻ, പാപികളിൽ, ആമേൻ, ഒന്നാമനായ ഞാൻ, ഈ എന്നെയാണ് യോഹന്നാനേക്കാൾ, പത്രോസിനേക്കാൾ, ബാക്കി ലോകത്തെ എല്ലാവരെക്കാളും പാപിയായിരുന്നു ഞാനായിരുന്നു. അതുകൊണ്ട് എന്താ? എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഈ ഏറ്റവും പാപിയായ എന്നിൽ ഈ ദൈവത്തിന്റെ സ്നേഹം വന്നപ്പോ എനിക്ക് ഈ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് എന്നിലൂടെ ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഈ ദൈവത്തിന് സാധിച്ചെങ്കിൽ, ആമേൻ, എന്നെയാണ് ഏറ്റവും അധികം ആര് സ്നേഹിക്കുന്നത്? എന്റെ യേശു സ്നേഹിക്കുന്നത്. ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ആമേൻ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ നമുക്ക് അറിയാൻ പാടുള്ളൂ, നമ്മുടെ സീക്രട്ട് ലൈഫിനെ നമുക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ അത്ര മോശമായ ഒരു ലൈഫുള്ള നമ്മളെയും സ്നേഹിച്ച് വിശുദ്ധിയോടെ തേജസ്സോടുകൂടെ ദൈവസഭയിൽ നിർത്തുവാൻ കർത്താവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ, ആമേൻ, ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെ, അങ്ങനെ വിളിച്ചു വേർതിരിച്ചതിന് വേണ്ടിയാ, ദൈവത്തോട് കൂടെ ഇരിക്കാൻ വേണ്ടിയാണ്. ആമേൻ. അങ്ങനെ കൂടെ ഇരിക്കുന്നവനെ കർത്താവ് അയക്കും. ആമേൻ. നമ്മൾ ഇതുവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ശുശ്രൂഷ ഉണ്ടെന്നോ, ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നോ, ആമേൻ, ഞാനൊരു വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നമ്മളെപ്പോലെ തന്നെയായിരുന്നു ആര്? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി മാറിയ ശൗലും ഇങ്ങനെ തന്നെയായിരുന്നു. കഴുതകളെ അന്വേഷിച്ചാണ് വന്നത്. പക്ഷെ അവൻ ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് തീർന്നു. ആമേൻ. ഒരു ഹിസ്റ്ററി ആയിരുന്നു അവനിലൂടെ സംഭവിച്ചത്. എന്താ? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാ? ഒന്നാമത്തെ ജോർജ് വാഷിംഗ്ടൺ. രണ്ടാമത്തെ ആരാ? അറിയത്തില്ല, അല്ലെ? അതുപോലെയാണ് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാൻ ഒരു ചിന്തയുമില്ലാതെ നടന്ന ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, ആ തിരഞ്ഞെടുപ്പിന് ശേഷം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് തൽക്കാലം മറക്കാം. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരുത്തിനെ പോലും എന്ത് ചെയ്തു? ദൈവം ഒരു അവസരം കൊടുത്തു. ആമേൻ. ആ അവസരം ശൗൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തന്നോടുകൂടെ ആരൊക്കെ ഉണ്ടാകുമായിരുന്നു? ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദ് തന്റെ വലത് ഭാഗത്ത് പടനായകനായി. ആമേൻ. ഹല്ലേലൂയ. ദൈവവുമായിട്ട് ബന്ധമുള്ള തന്റെ മകനായ യോനാഥാൻ തന്റെ ഇടതുവശത്ത്. അപ്പൊ ഇത്ര ശക്തമേറിയ, ഇത്രയും ഗ്ലോറിയസ് ആയിട്ടുള്ള നിലവാരത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു അവസരമാണ് ആർക്ക് ലഭിച്ചത്? ശൗലിന് ലഭിച്ചത്. പക്ഷെ ശൗൽ അത് പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് കാണുന്നു. പക്ഷെ ശൗൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതല്ല, ഞാൻ ഇന്ന് ഈ ദൈവ പദ്ധതിയിലേക്ക് കയറി നിന്നാൽ ഞാൻ ഇതിന്ന് പ്രയോജനപ്പെടുത്തു. ആമേൻ. ദൈവമക്കളെ, ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ കർത്താവ് വിളിച്ചതിന് വേണ്ടിയാ, കർത്താവിനോട് കൂടെ ഇരിക്കുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. 9:27 ഞാൻ വീണ്ടും വിളിച്ചു പറയട്ടെ, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന്
നീ അല്പം നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമ്മളതായിട്ടുള്ള ബിസി ലൈഫിൽ, നമ്മളെ ജോലികളിൽ, നമ്മളതായിട്ടുള്ള ലൈഫിൽ, നമ്മളെ സോഷ്യൽ ലൈഫിലെല്ലാം, നമ്മളുടെ ഫോൺ, എല്ലാത്തിലും നമ്മൾ ഭയങ്കര ബിസിയാണ് അല്ലെ. നമ്മളെല്ലാവരും ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാണ്. പക്ഷെ ഈ ബിസി ലൈഫിന്റെ നടുവിൽ ഇന്ന് ദൈവത്തിന് ചിലരെ നോക്കി വിളിച്ചു പറയാനുള്ള ഒരു ദൂതാണ്. ദൈവത്തിന് നമ്മളോട് ചിലർ സംസാരിക്കാനുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ വിളിച്ചപേക്ഷിക്കുക. ആമേൻ, എന്നെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് എന്താ പറയണത്? എന്നെ നീ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. കാരണം അത് നീ ചെയ്യേണ്ടതാണ്. നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ, പതിവിനും അപ്പുറമായി ദൈവമുഖത്തെ അന്വേഷിക്കുവാൻ നീ ഒന്ന് തയ്യാറായാൽ, എന്നെ നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ, ഇന്ന് ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അറിയാത്ത മഹത്വവും ഭയങ്കരമായ ആഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, നാം ഇന്നൊന്ന് വിളിച്ച് അപേക്ഷിക്കാൻ തയ്യാറായാൽ. കാരണം വിളിച്ചപേക്ഷിക്കേണ്ട ആരാ? നമ്മളാണ്. ആമേൻ. നാം അറിയാത്ത മഹത്വം അഗോചരമായ കാര്യങ്ങളെ വെളിപ്പെടുത്തേണ്ട ആരാ? അത് ദൈവമാണ്. ആമേൻ. നാം വിശ്വസ്തരാണെങ്കിൽ, ആമേൻ, ഈ 2025-ന്റെ ഈ പ്രാരംഭ മാസങ്ങളിൽ തന്നെ ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കുവാൻ, ഇതുവരെ ഞാൻ അറിഞ്ഞ അനുഭവമല്ല, മഹത്വമായ അനുഭവങ്ങൾ, അഗോചരമായ കാര്യങ്ങൾ ഇന്ന് ദൈവത്തിന് നമ്മളോട് കൈമാറാനുണ്ട്. നാം എന്ത് ചെയ്യണം? നാം ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ബിസി ലൈഫിൽ നാം ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിൽ ഒഴുകി പോകുവാനല്ല, അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഇന്നലെ വരെ ഞാൻ എങ്ങനെയായിരുന്നോ അതിനെ കവിയുന്ന ഒരു ആത്മശക്തിയിലേക്ക്, ഇന്നലെ വരെ ഞാൻ എങ്ങനെയായിരുന്നോ അതിനെ അപ്പുറമായി ആഴമേറിയ ഒരു പ്രയർ ലൈഫിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക്, ദൈവ ഹൃദയം അന്വേഷിക്കത്തക്ക നിലവാരത്തിലേക്ക് ഒന്ന് കയറി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ, ആമേൻ, പ്രാരംഭമായി ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ നാം തയ്യാറായാൽ, നമ്മളെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, നമ്മളോട് കൂടെ ഇരിക്കുമെന്ന്. ആമേൻ. നിന്റെ ഏത് വിഷയത്തിന്റെ നടുവിലാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, കൃത്യമായ ചുവടുകൾ വെക്കുവാൻ ആവശ്യമായ ദൈവ കൃപ, ആമേൻ, നിന്നിൽ പകരേണ്ടതിന് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വരും ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവം വിളിച്ചു പറയുന്നതാണ്, നീ എന്നെ വിളിച്ചൊന്ന് അപേക്ഷിക്കുക. ആമേൻ. നീ അറിയാത്ത മഹത്വം അഗോചരവുമായ ചില കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിച്ചു തരും. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവമുഖത്തെ അങ്ങനെ ഒന്ന് അന്വേഷിക്കുവാൻ നാം തീരുമാനിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, ഈ നിലവാരത്തിൽ വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നാം കയറും. ആമേൻ, ഹല്ലേലൂയ. ഈ ശൗലിനെ വിട്ടിട്ട് ഞാൻ വേറൊരാളിലേക്ക് വേഗം കയറാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കാരണം ശൗല് നമ്മളെ പോലെ ചിലർക്ക് പ്രതിനിധിയാണ്. എന്താ? ദൈവത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത, ദൈവ പദ്ധതി എനിക്കുണ്ടെന്ന് ഒരു ബോധ്യവുമില്ലാത്ത എന്നെ പോലെ ശൗലും ഒരിക്കൽ ദൈവ പദ്ധതിയിലേക്ക് കടന്നു വന്നു. ആമേൻ, ആമേൻ. ഞാൻ വേറൊരാളെ വിളിച്ചു പറയട്ടെ, ജനിക്കും മുമ്പ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവൻ, ജനിക്കും മുമ്പ് ദൈവത്തിന്റെ ശബ്ദം മാതാപിതാക്കൾ കേട്ടവൻ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ജീവിതത്തിൽ മുമ്പോട്ട് പോയപ്പോ സ്വന്തം വിവേകത്തിലൂന്നി, സ്വന്തം ബുദ്ധിയിലൂന്നി താൻ ചില കാര്യങ്ങൾ ചെയ്തപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് പോയിട്ട് ആ നിലവാരത്തിൽ താൻ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട്, ആമേൻ, ഓടിപ്പോയേണ്ട ഒരു അവസ്ഥ വന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമേൻ, ഹല്ലേലൂയ. കാരണം എന്താ? വലിയ ദൈവവാഗ്ദത്തം ജനിക്കും മുമ്പേ കേട്ടവനാണ്. ആമേൻ. പക്ഷെ സ്വന്തം വിവേകത്തിലൂന്നി, സ്വന്തം ബുദ്ധിയിൽ ചില തീരുമാനങ്ങൾ എടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ചില വിഷയങ്ങളിൽ അകപ്പെട്ടു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ശക്തമായി ശുശ്രൂഷിക്കുമായിരുന്നു, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരുന്നു, പക്ഷെ അവൻ ദൈവത്തിന് വലിയ വാഗ്ദത്തങ്ങളാണ്. പക്ഷെ ഞാൻ ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ അവൻ എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളിൽ, എന്റേതായിട്ടുള്ള വിവേകത്തിലൂന്നി ചില ബുദ്ധിപരമായ ചില തീരുമാനങ്ങൾ എടുത്തപ്പോ ഞാൻ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിലവാരത്തിൽ, ആമേൻ, ഒരു മടുപ്പിന്റെ, നിരാശയുടെ അനുഭവത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ അങ്ങനെ നിങ്ങളോട് ദൂത് പറയുകയാണ്. ആമേൻ. നിങ്ങളുടെ തിരിച്ചുവരവിന്റെ ഒരു സീസൺ കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ശുശ്രൂഷ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും ചെയ്യാനല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ചെയ്യാനുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അപ്പനെ പറ്റിച്ച്, ചേട്ടനെ പറ്റിച്ച്, ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തുകൊണ്ട് താൻ എന്ത് ചെയ്തു? എന്തൊക്കെയോ നേടി എന്ന് പറഞ്ഞ് പുറപ്പെടും. പക്ഷെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി, താൻ ഓടിപ്പോയി ലൂസിൽ ചെന്നപ്പോ ആമേൻ ക്ഷീണിച്ച്
പാറക്കല്ല് തലയെ വെച്ചാൽ പോലും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ തളർന്ന് ക്ഷീണിച്ചു പോകുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്ന ഈ യാക്കോബിനെ പോലും ആമേൻ ലൂസിൽ ഇറങ്ങി വന്ന് ആ ലൂസിനെ ഒരു ബദാനാക്കി തീർക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ ആമേൻ സ്വന്തം വിവേകത്തിൽ താൻ ചില കാര്യങ്ങൾ ചെയ്തു, സ്വന്തം ബുദ്ധിയിൽ താൻ ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആമേൻ ഹല്ലേലൂയ, അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് തിരിച്ചു കയറുവാൻ ഇന്നും നിനക്കൊരു അവസരമുണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. കാരണം ആമേൻ ഹല്ലേലൂയ, ആ ലൂസിനെ ബേതേലാക്കി മാറ്റുന്ന ഒരു സീസണിലേക്ക് ആമേൻ, പണ്ടത്തെ ശുശ്രൂഷയല്ല, ആമേൻ പണ്ടത്തെ അനുഭവമല്ല, ആമേൻ നീ ഒരുവനായി കടന്നുപോയെങ്കിൽ ആമേൻ ഒരു കൂട്ടമായി നിന്നെ മടക്കി വരുത്തുന്ന ഒരു വലിയ ദൈവ പദ്ധതിയായിട്ട് യാക്കോബിന് യാക്കോവായി ഒതുങ്ങേണ്ടവനല്ല. ആമേൻ നിന്റെ സ്വന്തം ബുദ്ധിയിൽ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ നീ ദൈവ വഴിയിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ, നിന്റെ അപ്പന്റെ ദൈവത്തെ നീ വിശ്വസിച്ചാൽ, ഓ അബ്രഹാമിന്റെ ദൈവമായ ഇസഹാക്കിന്റെ ഭയമായ ഒരു ദൈവത്തെ ഹല്ലേലൂയ നീ ഇന്നൊന്ന് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചാൽ അവൻ ഇന്ന് നീ ഒരു കൂട്ടമായി അവൻ ഒരുവനായി ആയിരിക്കും നീ പോകുന്നത്. പക്ഷെ ഒരു കൂട്ടമായി നീ തിരിച്ചു വരും. ആമേൻ ഹല്ലേലൂയ. നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്നെ ഇസ്രായേലിലേക്ക് മാറ്റുന്ന ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ആമേൻ, ശൗലിലൂടെ നമ്മൾ എന്ത് കേട്ടു? ആമേൻ ഹല്ലേലൂയ. ശൗലിലൂടെ നാം മനസ്സിലാക്കി ഒരു പ്രതീക്ഷയില്ലാത്ത ഒരുവന്റെ മേലുള്ള ദൈവിക സന്ദർശനം. ആമേൻ, യാക്കോബിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? വലിയ ദൈവ പദ്ധതിയിൽ ഞാൻ ഭാഗമാണെന്ന് അറിയാം, പക്ഷെ സ്വന്തം വിവേകത്തിൽ ഒന്നിച്ചുള്ളത് ചെയ്തപ്പോ, ദൈവ വഴി വിട്ടുപോയപ്പോ ആമേൻ അവരോടും വീണ്ടും അവസരം കൊടുക്കുന്ന ഒരു ദൈവം. ഷിംസോനെ കുറിച്ച് നമുക്കറിയാം. ആമേൻ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ടെന്നാൽ ആമേൻ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഒരുക്കി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ചിലരും ആമേൻ ഹല്ലേലൂയ ഈ കൂട്ടത്തിലുണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ അറിയുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് വീണ്ടെടുത്തു, കർത്താവ് നമ്മളെ രക്ഷിച്ചു. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ഇനി നമുക്ക് വേണ്ടിയല്ല നാം ജീവിക്കേണ്ടത്, നമ്മളെ രക്ഷിച്ചു വീണ്ടെടുത്ത നമ്മളെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കൊരു ശുശ്രൂഷ ഉണ്ടെന്നും ഞാനൊരു ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നും ആ ദൈവ പദ്ധതിയിൽ ഞാൻ നിലനിൽക്കേണ്ടതിന് വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, കാപട്യമില്ലാതെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണമെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ, ചില ജീവിത ശൂന്യതകളുടെ നടുവിൽ ആമേൻ നിങ്ങൾ ദൈവത്തോട് കരയുന്നുണ്ടോ? ദൈവമേ നീ എന്നെ കാണുന്നുണ്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആരും കാണാതെ നിങ്ങളുടെ ഏകാന്തതയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തെ നോക്കി വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, ആമേൻ ഒരു ദൈവത്തിന്റെ മറുപടിയിൽ ലഭിക്കാതെ നിരാശയുടെ പടുകുഴിയിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, കർത്താവേ ഞാൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നടന്നത്, വിശുദ്ധിയോടെ നടന്നത്, എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി സൂക്ഷിച്ചത്, ഒരുങ്ങിയത്, ഇതൊക്കെ വ്യർത്ഥമായി പോയോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പോലെ തന്നെ ചിന്തിച്ച ഒരു വ്യക്തിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിൽ ഒരു ശൂന്യതയുടെ നടുവിൽ നാം ചോദിച്ചതുപോലെ തന്നെ, ദൈവമേ നീ എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആമേൻ ആരും കാണാതെ, ആമേൻ തന്റെ നിലവിളി ആരും കേൾക്കുന്നുള്ള ഒരു ബോധ്യത്തിൽ താൻ വിളിച്ചു ചോദിച്ചു, ദൈവമേ നീ എന്നെ കാണുന്നുണ്ടോ? ഒരു അത്തിയുടെ കീഴിൽ നിന്ന് താൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നെ കാണുന്നുണ്ടോ എന്ന് വിളിച്ചു. ഒരു മറുപടിയും അന്ന് ലഭിച്ചില്ല. കാരണം എന്താ? തനിക്ക് ലഭിച്ച ബോധ്യത്തിൽ താൻ ദൈവസനയിൽ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടുകൂടെ അവൻ ആ കാലഘട്ടത്തിലുള്ള മഹാപുരോഹിതന്മാരും പരീശന്മാരും സകലരും കപടഭക്തിക്കാരായി ജീവിക്കുന്ന സാഹചര്യത്തിൽ ആമേൻ കാപട്യം കാണിക്കാതെ താൻ അറിഞ്ഞ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആമേൻ ദൈവസനയിൽ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടെ തന്നെ തന്നെ സൂക്ഷിച്ച ആമേൻ ഒരുവൻ അത്തിയുടെ കീഴിൽ ഇരുന്ന് വിളിച്ചു ചോദിക്കുകയാണ്, കർത്താവേ അങ്ങ് എന്നെ കാണുന്നുണ്ടോ? ഞാൻ എന്നെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചത് വ്യർത്ഥമായി പോയോ എന്ന് ചോദിക്കുന്ന ആമേൻ അനുഭവങ്ങളുള്ള ചിലരെന്നെ കാണുന്നുണ്ടത് ഞാൻ ദൈവാത്മാവിൽ അറിയുന്നു. ആമേൻ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, ആരും കാണാതെ നിരാശയുടെ ഒറ്റപ്പെടലിന്റെ നടുവിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുറിയിൽ അത്തിമരത്തിന്റെ കീഴിലിരുന്ന് എന്നെ കാണുന്നുണ്ടോ ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, നദനയിലെ നിന്നെ വിളിച്ച് ദൈവപദ്ധതിയിലേക്ക് കയറ്റിക്കൊണ്ടുവരേണ്ടതിന് നിന്നെ തേടി ഫിലിപ്പോസ് വരുന്ന
ഒരു സീസണിലേക്ക് നീ കാലെടുത്തു വെക്കുന്നുവെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ. നീ ഒരു അത്തിയുടെ മരത്തിൽ ഇരുന്നപ്പോൾ അതിന്റെ കീഴിലിരുന്ന ആരും നിന്നെ കാണുന്നില്ലെന്ന് ചിന്തിച്ചപ്പോൾ, ആമേൻ, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ്, ആമേൻ, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ നീ എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ആമേൻ, നിന്നെ കണ്ട ഒരു ദൈവം, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീ ചിന്തിച്ചതിനേക്കാൾ, നീ നിലച്ചതിനേക്കാൾ അത്യന്തപരമായ ഒരു ദൈവ പദ്ധതിയിലേക്ക് നിന്നെ വിളിച്ചു ചേർക്കേണ്ടതിന് തന്റെ തക്ക സമയത്ത് തന്റെ ദാസനെ നിന്റെ അടുക്കലേക്ക് അയക്കുന്ന ഒരു ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവാത്മാവിൽ, ആമേൻ, ഹല്ലേലൂയ, ഇങ്ങനെ ഒരുങ്ങുന്ന ബോധ്യമുള്ള ദൈവത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആസാഫ് ഒരു കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനെ കണ്ടിട്ട്, ദുഷ്ടന്റെ സമൃദ്ധി കണ്ടിട്ട്, അവന്റെ ഐശ്വര്യം കണ്ടിട്ട് അസൂയ തോന്നിയ ഒരു ആസാഫ്. പക്ഷേ ആമേൻ, ആസാഫിന് ഒരു കാര്യം മനസ്സിലായി, ദുഷ്ടനെ ദൈവം വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, നീതിമാൻ പന പോലെ തഴക്കുമെന്ന് ആസാഫിന് മനസ്സിലായി. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ചുറ്റുമുള്ള ലോകത്തിൽ അനേകർ വളരെ കെയർ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ, അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങിയിട്ടും, ആമേൻ, നിരാശയുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, മറുപടി ലഭിക്കാതിരിക്കുന്ന ഒരു സീസണിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓർക്കുക, ഒരു നഥനയേലും ഇതുപോലെ അത്തിയുടെ കീഴിലിരുന്ന് ദൈവമേ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് നിലവിളിച്ചാണ്. കാരണം അവനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം പറഞ്ഞതാണ്, ഇതാ ഇവൻ കപടമില്ലാത്ത ഇസ്രായേലിയൻ. ആമേൻ, ഹല്ലേലൂയ. ഫിലിപ്പോസ് വന്നിട്ട് യേശുവിനോട് പറഞ്ഞില്ല ഇതെന്റെ സുഹൃത്താണ്, ഇവൻ കർത്താവിനെ കാണാൻ വന്നതാണ്, ഒന്നും പറഞ്ഞില്ല, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഫിലിപ്പോസ് പുറപ്പെടും മുമ്പ് അത്തിയുടെ കീഴിൽ നിന്ന് അവൻ കരഞ്ഞപ്പോൾ, അവൻ ദൈവമുഖം അന്വേഷിച്ചപ്പോ അവനെ കണ്ട കർത്താവ്, ആമേൻ, കൃത്യസമയത്ത് അവനെ കർത്താവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു ഫിലിപ്പോസിനെ അയച്ചു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ തേടി വരുന്ന ചില ഫിലിപ്പോസുമാരെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ആമേൻ, നിങ്ങളെ കാണുന്ന, നിങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കുന്ന, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണേണ്ടതിന് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ ധൈര്യത്തോടുകൂടെ ആ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കാൻ സാധിച്ചാൽ, ആമേൻ, പതിവിനപ്പുറമായി, ആമേൻ, പ്രാരംഭമായി കുരുവാക്യം വായിച്ചു പോലെ എനിക്ക് ദൈവത്തിന്റെ ചില അരുളപ്പാടുകൾ നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് നിൽക്കാൻ സാധിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, നാം ചിന്തിച്ചതിലും നനച്ചതിലും അപ്പുറമായ ദൈവിക പദ്ധതിയിലേക്ക്, ആമേൻ, തന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായി മാറത്തക്ക നിലവാരത്തിൽ തന്നെ ദൈവ പദ്ധതിയിലേക്ക് കണക്ട് ചെയ്യുവാൻ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ചിലരെ ഒരുക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്നും ഞാനൊരു ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നും ആ ബോധ്യത്തോടെ വിശുദ്ധിയോടെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യാവസ്ഥകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലും വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ വന്നാലും, എന്നെ ദൈവമേ കാണുന്നുണ്ടോ എന്ന് നോക്കിയാലും, ആമേൻ, ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ആമേൻ, നിങ്ങൾ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ കർത്താവ് നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയും. ആമേൻ, ഹല്ലേലൂയ. ഇവൻ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ആമേൻ, തക്ക സമയത്ത് അവനെ ഞാൻ എന്റെ ശുശ്രൂഷയിലേക്ക് കയറ്റി നിർത്തുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, വേഗത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ, ആമേൻ, പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നമ്മൾ ആദ്യം കണ്ടത് ആരെ കുറിച്ചാണ്? ബെന്യാമിൻ ഗോത്രക്കാരനായ ധനികനായ ഒരു ശൗലിനെ കുറിച്ചാണ്. ആമേൻ. പഴയ നിയമത്തിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ധനികനായ ഒരു ശൗൽ ഉള്ളതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇതേ ബെന്യാമിൻ ഗോത്രത്തിൽ ധനികനായ ഒരു ശൗൽ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആ ശൗലിന് ദൈവത്തോട് ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. തനിക്ക് ലഭിച്ച ബോധ്യത്തിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞ് നടന്ന ഒരു ശൗൽ. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ, ആമേൻ, ഹല്ലേലൂയ, തക്ക സമയത്ത് ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറിൽ, ആമേൻ, ഹല്ലേലൂയ, താൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, താൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ നിൽക്കുന്ന അനുഭവം ഉള്ളപ്പോൾ പോലും, ആമേൻ, അങ്ങനെ തീക്ഷ്ണതയോടെ എരിയുന്ന ഒരുവനെ ദൈവിക പദ്ധതിയിലേക്ക് വിളിച്ചു തീർക്കേണ്ടതിന് തക്ക സമയത്ത് ഇറങ്ങി വന്നിടപെടുന്ന ഒരു യേശു കർത്താവിനെ തന്നെയാണ് നാം ഇന്ന് സേവിക്കുന്നതെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ആമേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്ന അവിടെ ഒരു അനന്യാസിനെ കാണാം. ആ അനന്യാസ് വാസ്തവത്തിൽ ദമാസ്കോസിൽ ഭയത്തോടെ ആയിരിക്കുകയാണ്. കാരണം എന്താ? യെരുശലേമിൽ ഈ, ആമേൻ, ശൗൽ എന്ത് ചെയ്തു?
അവൻ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. എല്ലാവരും ചിതറി, അപ്പോസ്തലന്മാരൊഴികെ സകലരും ചിതറി. ഇവൻ എന്ത് ചെയ്യാണ്? അധികാരപത്രവുമായി ഓരോ പട്ടണങ്ങളിലേക്കും യേശുവിനെയും സഭയെയും മുടിക്കാൻ യാത്ര ചെയ്യുകയാണ്. ആമേൻ. ഇങ്ങനെ ആമേൻ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനന്യാസിനോട് പറയുകയാണ്, അനന്യാസെ നീ ഭയപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവത്തിനു വേണ്ടി ഒരു ഹൃദയമുള്ളവനെ ഏത് നിലവാരത്തിലും അവനെ എങ്ങനെയാണെങ്കിലും അവന് ആവശ്യമുള്ള ഒരു എൻകൗണ്ടർ നൽകി അവനെ ദൈവിക പദ്ധതിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാനിവിടെ 4 പേരെ പ്രധാനമായിട്ട് പറഞ്ഞു. ആദ്യം കണ്ട ശൗലിനെ കുറിച്ച് നോക്കിയാൽ ആ ശൗലിനെ പോലെയും ഇന്ന് ചിലർ എന്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ. എനിക്കൊരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഒരു ബോധ്യവുമില്ലാത്ത, പക്ഷെ ഈ രണ്ടാമത്തെ ശൗലിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവന് എല്ലാം ഉള്ളപ്പോ തന്നെ അവന്റെ അധികാരവും അവന്റെ പദവിയും പ്രൗഢിയും എല്ലാം ആർക്കു വേണ്ടി ഉപയോഗിച്ചു? ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവൻ മഹാപുരോഹിതന്മാരെയും സന്നിധി സംഘത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയാ. ഈ പുതിയ മാർഗം അവൻ വിശ്വസിച്ച ദൈവത്തിന് എതിരാണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. പക്ഷെ തക്ക സമയത്ത് അവനെയും ദൈവിക പദ്ധതിയിലേക്ക് നിർത്തിയപ്പോ അന്നത്തെ സഭയ്ക്ക് അവനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. എല്ലാവരും ആ ശൗലിനെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഒറ്റപ്പെടുത്തലിന്റെ അനുഭവത്തിൽ നിന്ന് ശൗലിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ ശൗല് ചെയ്ത ഒറ്റ കാര്യമാണ്, താൻ അറേബ്യ ദേശത്തിലേക്ക് കടന്നുപോയി 1ഉം 2ഉം അല്ല 3 വർഷം താൻ അവിടെ ദൈവസന്നിധിയിൽ ഇരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ. കർത്താവ് വിളിച്ചു ചേർത്ത 12 ശിഷ്യന്മാരെ കർത്താവ് എന്തിനാ വിളിച്ചു ചേർത്തത്? 3.5 വർഷം തന്നോട് കൂടെ അവർ നടന്നു, തന്റെ കൂടെ അവർ ഇരുന്നു. ആമേൻ. ആ 3.5 വർഷം തന്റെ 12 ശിഷ്യന്മാരെ എങ്ങനെ തന്റെ അടുക്കൽ ഇരുത്തിയോ അതുപോലെ ആ 3 വർഷം തന്റെ സന്നിധിയിൽ വേറിട്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ വിളിച്ചു ചേർത്ത ശിഷ്യനായിട്ടുള്ള പൗലോസും 3 വർഷം വെറുതെ ഇരുന്നു. അത് വെറുതെ ഉള്ള ഒരു ഇരിപ്പായിരുന്നില്ല. പിന്നീട് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും ആമേൻ തന്റെ സുവിശേഷവുമായി ആമേൻ ഹല്ലേലൂയ മറ്റപ്പോസ്തലന്മാരെ പോലെ തന്നെ ശക്തമേറിയ ദൈവത്തിന്റെ സുവിശേഷ വാഹകനായി ആമേൻ രാജ്യങ്ങളെ കീഴടക്കുന്ന പട്ടണങ്ങളെ കീഴടക്കുന്ന അഭിഷേകവുമായി അയക്കപ്പെട്ട ദൈവഭൃത്യനായി മാറുവാൻ ആമേൻ. പുതിയ നിയമ ലേഖനങ്ങളെ നോക്കിയാൽ പുതിയ നിയമ പുസ്തകത്തിന്റെ പകുതിയും ആമേൻ ഹല്ലേലൂയ തന്നിലൂടെ ദൈവം എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? ആമേൻ ഹല്ലേലൂയ. കാരണം യേശു വിളിച്ചത് തന്നോടുകൂടെ ഇരിക്കാനാണ്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമുക്ക് എന്ത് സമയമില്ല, തന്നോടുകൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് പ്രവർത്തിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്, നമുക്ക് ആമേൻ പ്രസംഗിക്കാൻ ഉത്സാഹമാണ്, ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഈ ദിവസങ്ങളിൽ നാം സമയം കണ്ടെത്തിയാൽ ആമേൻ ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയട്ടെ, 3 വർഷം അറേബ്യയിലായിരിക്കുന്ന ശൗലേ പൗലോസേ, നിന്നെ തേടി തക്ക സമയത്ത് ഒരു ബർന്നബാസ് എത്തുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങളെ വിളിച്ച് ആമേൻ കൃത്യസമയത്ത് അന്ത്യോക്യയിലേക്ക് എത്തിക്കുവാൻ ആമേൻ. അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, അവിടെ ഒരു സഭ രൂപപ്പെട്ടപ്പോൾ ആമേൻ ബർന്നബാസ് അവിടെ എത്തി. ആമേൻ ബർന്നബാസ് ശൗലിനെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് 1 വർഷം അവർ കൃത്യമായിട്ട് ദൈവവചനം അന്ത്യോക്യ സഭയെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോ ബർന്നബാസിനെയും ശൗലിനെയും ആമേൻ ഞാൻ വേർതിരിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ആമേൻ ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ആമേൻ അവിടെ ഉണ്ടാകത്തക്ക നിലവാരത്തിൽ ആമേൻ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ ദൈവത്തോടു കൂടെ ഇരിക്കാൻ നമുക്ക് ഇന്ന് സമയം കണ്ടെത്താമോ? ആമേൻ ദീർഘവർഷങ്ങളായി ശുശ്രൂഷകളിലാണ്, ദീർഘവർഷങ്ങളിലായി ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് ആമേൻ പോകാൻ നമുക്ക് സാധിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനകൾ ചിലത് പ്രാപിക്കുവാൻ ആമേൻ എന്നെ വിളിച്ചപേക്ഷിക്കുക. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ ചില കാര്യങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും ആമേൻ ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ സാക്ഷിയായി ശക്തനായ ദൈവത്തിന്റെ പോരാളിയായി മുന്നേറുവാൻ ആമേൻ ഹല്ലേലൂയ കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ സമയത്തിന്റെ ആമേൻ ഹല്ലേലൂയ പരിമിതി കൊണ്ട് വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ ചില കാര്യങ്ങളും കൂടി ആമേൻ ഒന്ന് പറഞ്ഞ് ആമേൻ പ്രാർത്ഥിച്ച് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് എന്താ സംസാരിച്ചത്? ആമേൻ പ്രധാനമായി ആമേൻ ഹല്ലേലൂയ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായി ഞാൻ 4 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആമേൻ ഹല്ലേലൂയ. ഈ 4 വ്യക്തികൾ ഒരാളാണ് ഞാനും നിങ്ങളും.
ആദ്യം നമ്മൾ കണ്ടത് ഒരു ശൗലിനെയാണ്. ആമേൻ. ഒരു ദൈവ പദ്ധതിയിലും ഞാൻ ഭാഗമാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു ശൗല്. ആമേൻ. എനിക്കും ഒരു ദൈവ പദ്ധതി ഉണ്ടെന്നൊരു ബോധ്യമില്ലാത്തൊരു ശൗല്. ആമേൻ. ഹല്ലേലൂയ. കഴുതകളെ അന്വേഷിച്ചു വന്നവൻ. ആമേൻ. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം വിളിച്ചു ചേർത്ത, രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി ദൈവസഭയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ആമേൻ. ശുശ്രൂഷ ദൈവത്തിന്റെ പദ്ധതി പാസ്റ്റർമാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നിന്റെ ചില കഴുതകൾ നഷ്ടപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രവചിച്ചു പറയുകയാണ്. കാരണം എന്താ? നീ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ശൗലേ. നീ ദൈവത്തിലേക്ക് കടന്നു വരേണ്ടതിന്, ആമേൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ചില നഷ്ടങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയിലേക്ക് നിന്നെ കണക്ട് ചെയ്യേണ്ടതിന് നിന്റെ ദൈവം അനുവദിച്ചതാണ്. അത് നിന്റെ നന്മയ്ക്കാണ്, അത് ഒരിക്കലും നിന്റെ നാശത്തിനല്ല. യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, ആമേൻ, ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളതെന്ന് ദൈവത്തിന്റെ ആലോചന. ആമേൻ. ഹല്ലേലൂയ. പ്രവാസത്തിലേക്ക് പോകുന്ന, അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു ജനത്തെ നോക്കി അന്ന് യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എന്ത്? ഈ അടിമത്തം അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് ദൈവഹിതമാണ്. പോകുക, ദൈവം നിങ്ങളെ അവിടെ മാനിക്കും. അങ്ങനെ പുറപ്പെട്ട ഒരു ദാനിയേൽ, അങ്ങനെ പുറപ്പെട്ട ഒരു ശദ്രക്ക്, ഒരു മേശക്ക്, ഒരു അബേദ്നെഗോ, ആമേൻ, അടിമദേശത്ത് ദൈവ ശബ്ദമായി മാറി. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർ അന്ന് തീരുമാനിച്ചതുകൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവചനത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ശമൂവേലിന് ദൈവപദ്ധതിയെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. പക്ഷെ ഒരു ധാരണ നിനക്കില്ലെങ്കിലും നിന്നെ കുറിച്ച് ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ ആരെ കുറിച്ച് കണ്ടത്? ഒരു യാക്കോബിനെ കുറിച്ച്. ജനിക്കും മുമ്പ് യാക്കോബിനെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടായിരുന്നു, ഞാൻ മൂത്തവനെ തള്ളി ഇളയവനെ തിരഞ്ഞെടുത്തു. ആമേൻ. മൂത്തവൻ ഇളയവനെ സേവിക്കും. ആമേൻ. യാക്കോബിന് യാക്കോബായി ഒതുങ്ങേണ്ടവനല്ല, നീ ഇസ്രായേൽ ആകേണ്ടവനാണ്. പക്ഷെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഒന്ന് ചില കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ആമേൻ, ഹല്ലേലൂയ, അവനും ഒരു അവസരം കൊടുത്തൊരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവപദ്ധതിയുടെ ഭാഗമായിട്ട് എന്റെ ചില തീരുമാനങ്ങൾ കൊണ്ട്, എന്റെ ചില ബുദ്ധിയുടെ അനുഭവങ്ങൾ കൊണ്ട്, ചില ബുദ്ധിശൂന്യമായ ചില ഇടപെടലുകളുണ്ട്. ആ ദൈവ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിരാശയോടെ ഇരിക്കുന്ന, അവൻ കല്ല് തലയിണയായി വെച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എത്തേണ്ടടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന അനുഭവത്തിൽ, വഴിയിലകപ്പെട്ട് ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലുണ്ടോ? നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി നിന്നിൽ തീരില്ല. നിന്നെ കുറിച്ചുള്ള ഒരു ദൈവ പദ്ധതി, നീ ഒരു യാക്കോബായി ഒതുങ്ങാനുള്ളവനല്ല. ഇന്നും ലോകത്തിനെ സ്വാധീനിക്കുന്ന ഇസ്രായേൽ എന്നൊരു രാജ്യം, ആമേൻ, അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൽ നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ നീ ദൈവ പദ്ധതിയിലുള്ളവനാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു സാധാരണ ജീവിതം ജീവിക്കുന്ന എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ദൈവ പദ്ധതി ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിക്കുവാനും നീ തയ്യാറായാൽ നിന്നോട് ദൈവം ഈ ദിവസങ്ങളിൽ ഇടപെടും. ആമേൻ. ഹല്ലേലൂയ. ഒരു ചിന്തയുമില്ലാത്ത ഒരുവൻ, ആമേൻ, ചരിത്രത്തിന്റെ ഭാഗമായി മാറിയെങ്കിൽ, ആമേൻ, മുമ്പോട്ട് പോകുമ്പോൾ നാം ഒരു നഥനയേലിനെ കണ്ടു. ഈ നഥനയേലിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിനു വേണ്ടി എന്ന വിധം, ആമേൻ, കാപട്യമില്ലാതെ ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ തന്നെ സൂക്ഷിച്ചവൻ. ആമേൻ. ഒരു സമയത്ത് തനിക്കൊരു നിരാശ വന്നു, ഈ ദൈവം എന്നെ കാണുന്നുണ്ടോ? ഞാൻ ദൈവത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ദൈവമേ എന്താ ഒരു റിസൾട്ട് വരാത്തത്? എന്താണ് ഇങ്ങനെ ആയി പോകുന്ന നിരാശയിൽ കരഞ്ഞ, ദൈവത്തോട് നിലവിളിച്ച, എന്നെ കാണുന്നുണ്ടോ ദൈവമേ എന്ന് ചോദിച്ച ഒരു നഥനയേൽ. ആമേൻ. അങ്ങനെയുള്ളവരോടും ദൈവത്തിന് വിളിച്ചു പറയാനുള്ളതാണ്. ആമേൻ. ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, നിന്റെ കരച്ചിൽ ഒരാളും കേൾക്കുന്നില്ലെന്ന് നീ ചിന്തിച്ചാലും, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന, തന്റെ കണ്ണ് നിന്റെ മേൽ നിന്ന് മാറ്റാത്തൊരു ദൈവം. തങ്കലേകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഈ ഭൂമിയിലൂടാടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ മേൽ ആ ദൈവത്തിന്റെ കണ്ണ് പതിച്ചാൽ, ആമേൻ, നിന്റെ ജീവിതം മാറുമെന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾ നോക്കി പ്രവചിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവസാനമായി പുതിയ നിയമത്തിൽ ഒരു ശൗലിനെ കാണാം. ആമേൻ. ഹല്ലേലൂയ. ദൈവസഭയെ പീഡിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പറഞ്ഞെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും, ആമേൻ, സഭയെ പീഡിപ്പിച്ചവൻ, സ്തെഫാനോസിനെ കൊന്നവൻ, അങ്ങനെ എല്ലാം നോക്കിയാൽ പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയും, അപ്പോസ്തലൻ എന്ന് പേര് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് പറയുന്ന, അങ്ങനെ അയോഗ്യനെന്ന് തന്നെ വിധിച്ച ഒരു പൗലോസിനെ നോക്ക്.
ആമേൻ ഹല്ലേലൂയ. പൗലോസ് നമുക്കൊരു നിഴലാണ്. ആമേൻ. യേശുവിനെ നേരിട്ട് യേശുവിന്റെ കൂടെ ജീവിക്കാത്ത അല്ലെ, പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ, ആമേൻ, യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ എക്സ്ക്യൂസ് ഉണ്ട്. എന്താ നമ്മുടെ എക്സ്ക്യൂസ്? അവർ യേശുവിനോട് കൂടെ നടന്നവരല്ലേ, യേശുവിനെ തൊട്ടതല്ലേ, യേശുവിന്റെ മാറിൽ ചാരിക്കിടന്നതല്ലേ. പൗലോസ് യേശുവിന്റെ കൂടെ നടന്നിട്ടില്ല, യേശുവിന്റെ മാറിൽ ചാരി കിടന്നിട്ടില്ല. ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ താൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിക്കേണ്ടതിന് താൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോ, ആമേൻ ഹല്ലേലൂയ, ചരിത്രത്തെ മാറ്റുന്ന, ആമേൻ, ജാതികളിലേക്ക് വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ, ചരിത്രത്തെ തിരിക്കുന്ന നിലവാരത്തിൽ ഒരു ശൗൽ പൗലോസായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് വലിയ ദൈവ പദ്ധതിയിലേക്ക് നമ്മളെയും കണക്ട് ചെയ്യുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കരിയർ അല്ല, നമ്മുടെ ജോലിയല്ല, ഇതൊക്കെ നമ്മൾ തൽക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മളതാണ്. പക്ഷെ ഇതിനൊക്കെ കവിയുന്ന ഒരു ദൈവ പദ്ധതിയുണ്ട്. ആമേൻ. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ കണ്ട ഒരു ദൈവം. എഫേസ്യർ 2:10 ഇങ്ങനെയാണ് വായിക്കുന്നത്: നാമോ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ മുൻ നിയമിക്കപ്പെട്ടവരാകുന്നു, നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിട്ടുള്ള ആ ദൈവ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സീസണിലേക്ക് എൻ്റെ മുമ്പിലുള്ള എല്ലാവരും, ആമേൻ, ഈ 2025 അങ്ങനെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവർക്കും, ആമേൻ, ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ, ആമേൻ, കർത്താവ് പറഞ്ഞതുപോലെ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾ അറിയാത്ത മഹത്വം അഗോചരവുമായ കാര്യങ്ങൾ, ആമേൻ ഹല്ലേലൂയ, ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ പ്രവചിക്കും, നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും, നിങ്ങൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും, യുവാക്കൾ, ആമേൻ ഹല്ലേലൂയ, സ്വപ്നങ്ങളെ കാണും. ആമേൻ. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. ഈ അന്ത്യകാലത്ത് അനേകർ വിശ്വാസത്തെ കെടുത്തുമ്പോൾ, അനേകർ വിശ്വാസം തള്ളിക്കളയുമ്പോ, സ്നേഹം തണുത്തു പോകുമ്പോ, സ്വസ്നേഹികളാകുമ്പോ, അങ്ങനെ അന്ത്യകാലത്ത് ഒരുപാട് പേർ അങ്ങനെ പോകുമെങ്കിൽ, ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്ന ഒരു ദൈവത്തെ കയറി പിടിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ. അന്ത്യകാലമാണ്. ഒരുപാട് പേർ തെറ്റിപ്പോകുമ്പോ അന്ത്യകാലത്ത് ഒരു പ്രവാചകനായി, അന്ത്യകാലത്ത് ദൈവത്തിന്റെ ശുശ്രൂഷകനായി, അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവനായി, ഒഴുക്കിനെതിരെ നിൽക്കുവാൻ കർത്താവ് ചിലരെ അന്വേഷിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കപ്പെടാമോ? ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ. നമ്മളെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? അപ്പാ അങ്ങനെ കർത്താവിനോട് സംസാരിച്ചു. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ. ആമേൻ ഹല്ലേലൂയ. ശമൂവേലിലൂടെ കർത്താവെ അങ്ങ് അരുളി ചെയ്തതുപോലെ, ആമേൻ, നിന്നോടുള്ള ചില ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കേണ്ടതിന് നീ എന്റെ മുൻപാകെ അല്പമൊന്നും നിൽക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ ബിസി ലൈഫിന്റെ നടുവിലും, ആമേൻ, ഈ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടതിന് നിൽക്കത്തക്ക നിലവാരത്തിൽ കർത്താവെ എന്റെ ജീവിതത്തെ കർത്താവെ ഞാൻ ഒരുക്കുന്നു കർത്താവെ. അപ്പാ, ഒരു ദൈവ പദ്ധതി എനിക്കുണ്ടെന്നുള്ള ബോധ്യമില്ലാത്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാൽ വലിയ പ്രവചനങ്ങൾ എന്റെ തലമേലുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, വലിയ ദൈവിക വാഗ്ദത്തങ്ങൾ തലമേലുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ബുദ്ധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തതിനെ തുടർന്ന്, ആമേൻ ഹല്ലേലൂയ, ദൈവ പദ്ധതിയിൽ നിന്ന് അകന്നുപോയി ഒരു തിരിച്ചറിവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ എന്നെ കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ടെന്നും ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണെന്നും എന്ന ബോധ്യത്തോടെ, നദനയേലിനെ പോലെ വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി നിന്നിട്ടും എന്റെ ദൈവം എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നിരാശയുടെ അനുഭവത്തിലുള്ള ചിലരും എന്നെ കേൾക്കുന്നു കർത്താവേ. അപ്പൊ എല്ലാവരെയും ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിൽ കർത്താവേ, അനേകരുടെ വിശ്വാസം തണുത്തു പോകുമ്പോൾ, അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ, അപ്പൊ അന്ത്യകാലത്ത് ദൈവത്തിനു വേണ്ടി വർദ്ധിച്ചു വരുന്നൊരു വിശ്വാസം, പെരുകി വരുന്നൊരു സ്നേഹം എന്നിൽ നിന്ന് വെളിപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് കർത്താവ് അരുളി ചെയ്ത ഈ ആലോചന ഇവരുടെ മേൽ ഞാൻ വെച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. എല്ലാ ജീവിതങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി മാറ്റപ്പെടട്ടെ കർത്താവേ. തങ്ങളെ കുറിച്ചുള്ള വലിയ ദൈവിക പദ്ധതിയുടെ ആഴത്തിലേക്ക് ഓരോരുത്തരും ഒന്ന് കണക്റ്റഡ് ആവട്ടെ കർത്താവേ. ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറുന്ന ഒരു സീസൺ, ആമേൻ, ഇടയൻ രാജാവായി മാറുന്ന ഒരു സീസൺ കർത്താവ്. ഞങ്ങളത് പാട്ട് പാടി വിടുന്നൊരു അനുഭവമല്ല, ആമേൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ദൈവ പദ്ധതികൾ വെളിപ്പെടട്ടെ, ദൈവശക്തി ജീവിതങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ആമേൻ, മഹത്വം
അഗോചരവുമായ കാര്യങ്ങളെ കർത്താവെ അങ്ങ് അരുളി ചെയ്യണമേ കർത്താവെ. അപ്പൊ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നു കർത്താവെ. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചതിനാൽ അപ്പം നന്ദി കർത്താവെ. എല്ലാ പ്രാർത്ഥനയും യേശു കർത്താവ് നാൾ സമർപ്പിക്കുന്നു. കൃപയുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകം എന്നെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ബ്രദറിനെയും സിരിസ്മയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ കർത്തദാസന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് എനിക്കും തന്നായി വലിയ പദ്ധതി, ഒരു നിയോഗത്തിനായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.